ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്ക് ഒന്നിലധികം സീറ്റ് ലഭിക്കാനാകുമെന്ന പുതിയ കണക്കുകൾ പുറത്തുവന്നു. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ എന്നീ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും ബിജെപി വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഇതിൽ തന്നെ തിരുവനന്തപുരത്തും തൃശൂരും സീറ്റ് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ ബിജെപിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും ചില കണക്കുകളും സർവേ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ബിജെപി ഒന്നല്ല അതിലധികം സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന സൂചനയുണ്ട്. UDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ ശശി തരൂരും LDF സ്ഥാനാർത്ഥിയായി പന്ന്യൻ രവീന്ദ്രനും NDA സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറുമാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചത്. ശശി തരൂർ 4ാം തവണയും വിജയിച്ചു വരും എന്ന വലിയ പ്രതീക്ഷ UDFന് ആരംഭഘട്ടത്തിൽ ഏറെയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ കളത്തിൽ നിറഞ്ഞു നിന്നു. അതേസമയം LDFൽ തുടക്കം മുതൽ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകാതെ മൗനമായി പ്രചരണം നടത്തിയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ആ നാളുകളിൽ അത്രയും തനിക്കെതിരെ ഉയർന്നുവെന്ന എല്ലാ ആക്ഷേപങ്ങൾക്കും എണ്ണി മറുപടി കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ പന്ന്യൻ അവസാന ഘട്ടങ്ങളിൽ ഒരു ഓളമായി മാറി. അതോടെ അതുവരെ NDA UDF മത്സരമെന്ന് വിധിയെഴുതിയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് കേവലം ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ത്രികോണ മത്സരത്തിന് സാധ്യതയൊരുങ്ങി. തിരുവനന്തപുരത്ത് ശശി തരൂർ വീണ്ടും MP ആകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉറപ്പിച്ചിരുന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ മാറ്റത്തിന്റെ വെന്നിക്കൊടി പാറിക്കുമെന്ന് BJP ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷവും CPMന്റെയും CPIയുടെയും ചില കണക്കുകൾ പുറത്തു വന്നപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ വീണ്ടും ചർച്ചയായി. തിരുവനന്തപുരത്ത് വലിയ ഭൂരിപക്ഷത്തിൽ പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഇന്ന് ഇവയെല്ലാം കേവലം മുൻകാലങ്ങളിലെ കണക്കുകൂട്ടൽ മാത്രമാണ് എന്ന് കൗമുദി പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കണക്കുകളും അനുമാനങ്ങളും കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP വിജയിക്കുമെന്ന്. ആ കണക്കുകളും അനുമാനങ്ങളും എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം. ന്യൂനപക്ഷ വോട്ടുകൾ NDAക്ക് അനുകൂലമാകും. ആദ്യഘട്ടങ്ങളിലെ വിലയിരുത്തൽ അനുസരിച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ LDFന് അനുകൂലമാകുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ആ കണക്കുകൂട്ടൽ പാടെ തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് അവസാനഘട്ട റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുകളുടെ ആധാരം അറിയണമെങ്കിൽ കുറച്ച് പിന്നിലേക്ക് പോകണം. അമിത്ഷാ പാലക്കാട് ഒരു യോഗം വിളിച്ചിരുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ആ ചർച്ചയിൽ കേരളത്തിൽ BJP വിജയിക്കണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടിന്റെ പിന്തുണ വേണം എന്ന് സംസ്ഥാന നേതാക്കൾ അമിത്ഷയോട് പറഞ്ഞു. എന്നാൽ അമിത്ഷാ ആ വാദത്തെ അംഗീകരിച്ചില്ല. ഗോവ, കാശ്മീർ, മിസോറാം, മണിപ്പൂർ തുടങ്ങിയ മേഖലകളിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലാണ്. എന്നിട്ടും BJPക്ക് അവിടെ നിസ്സാരമായി വിജയം വരിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ കേരളത്തിലും നിസ്സംശയം വിജയം സാധ്യമാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള മറുപടി. പക്ഷേ അമിത്ഷാ കേരളത്തിൽ നിന്നും പോയതിനു ശേഷം പിന്നീട് വലിയൊരു ആക്ഷൻ പ്ലാനാണ് BJP കേരളത്തിൽ നടപ്പിലാക്കിയത്. ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിപ്പിക്കുന്ന മാതൃകയായിരുന്നു അത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ രേഖപ്പെടുത്തിയ പോളിംഗ് 2,08,00,000-മാണ്. അതിൽ തന്നെ 98 ലക്ഷത്തോളം വരുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ആ 98 ലക്ഷത്തിൽ 65% UDFന്റെ വോട്ടുകളാണ്. അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഏറിയ പങ്കും UDFന് അനുകൂലമായിരുന്നു എന്ന് സാരം. ഈ കണക്കുകൾ അനുസരിച്ച് ഓരോ മണ്ഡലത്തിലും 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന ന്യൂനപക്ഷ വോട്ട് UDFന് അനുകൂലമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ വോട്ടുകളെയാണ് യഥാർത്ഥത്തിൽ BJP ലക്ഷ്യം വെച്ചത്. ഈ ന്യൂനപക്ഷ വോട്ടുകളെ രണ്ടായി തരംതിരിച്ചു: ക്രൈസ്തവ വോട്ടുകളെന്നും മുസ്ലിം വോട്ടുകളെന്നും. ഇതിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ മാത്രം വോട്ടുകളെ ഏകീകരിപ്പിക്കുന്ന നടപടി തുടങ്ങി. ഈ അജണ്ടയുടെ ഭാഗമായിരുന്നു ക്രൈസ്തവ ഭവന സന്ദർശനവും മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയും. ഈ അജണ്ട നടപ്പിലാക്കിയത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ കൂടിയായിരുന്നു. കേരളത്തിൽ ഒരുപക്ഷെ ഈ അജണ്ട ഫലവത്താകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് തന്നെയാണ് അവസാനഘട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ നീക്കങ്ങളെ സാധൂകരിക്കുന്നതാണ് ഇടുക്കിയിൽ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ. ഇടുക്കിയിൽ മാത്രമായിരുന്നില്ല, എറണാകുളം ജില്ലയിലെ വരാപ്പുഴ അതിരൂപതയിലും BJP അനുകൂല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ലേഖനങ്ങളും വാർത്തകളും വന്നിരുന്നു. BJP യഥാർത്ഥത്തിൽ ഒരു അഴിമതി പാർട്ടിയല്ല എന്നും BJP ഭരിക്കുമ്പോൾ തങ്ങൾ സുരക്ഷിതരാണ് എന്നും, എന്നാൽ അതുപോലെയല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാരും എന്നെല്ലാം തന്നെ ആ ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിപ്പിക്കുക എന്ന ലക്ഷ്യം പാതി ഫലം കണ്ടു എന്ന് പറയാം. ഈ നീക്കങ്ങളുടെ എല്ലാം ഫലം പ്രകടമായി കാണുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആയിരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്നത്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് സാരം.
രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിന്റെ ഹേതു കേവലം ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമല്ല, UDFന്റെ വോട്ട് ബാങ്കായ നാടാർ സമുദായ വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളും ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന വിലയിരുത്തലുമുണ്ട്. ഇതിനെല്ലാം പുറമെ രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സ്ഥാനാർത്ഥി രാഷ്ട്രീയത്തെക്കാൾ അധികം സംസാരിച്ചത് വികസനമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ എത്തിയിടത്തെല്ലാം തന്നെ വികസനം ഏറെ അനിവാര്യമായിരുന്നു എന്നതും ജനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ലോക്സഭാ മണ്ഡലമായ തിരുവനന്തപുരത്ത് കാറ്റ് മാറി വീശുമെന്ന് പറയുന്നതിൽ കഴമ്പില്ലാതില്ല.